ഇതാണ് ബജാജിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പൾസർ 150 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2 വേരിയൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മുടെ സിംഗിൾ സീറ്റ് വേരിയൻ്റ് ആണ്. ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ സ്പ്ലിറ്റ് സീറ്റ് വേരിയൻറ്റ്. സീറ്റിൽ മാത്രമല്ല ഡിഫറൻസ്, നമ്മുടെ 2026 നമുക്ക് പുതിയ LED ഹെഡ്ലൈറ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള ഹെഡ് ആക്കിയിട്ടുണ്ട് മൊത്തത്തിൽ. പിന്നെ കാണാൻ പറ്റും ഇൻഡിക്കേറ്റർ മാറിയിട്ട് ഇപ്പോൾ KTM ബജാജിൽ കണ്ടെന്ന് വെച്ചാൽ ബ്രൈറ്റ് ആയിട്ടുള്ള LED ആക്കിയിട്ടുണ്ട്. അത് മാറ്റി കഴിഞ്ഞാൽ വേറെ വ്യത്യാസമില്ല. കോസ്മെറ്റിക്കലി കുറച്ച് കളേഴ്സ് എക്സ്ട്രാ വന്നു. സോ ഇവ തമ്മിൽ കുറച്ചധികം വ്യത്യാസമുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം, നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇതിന് കുറച്ചും കൂടി വലിയ 37mm ഫോർക്കാണ് വരുന്നത്. ഇതിനാകുമ്പോഴത്തേക്കും 31mm കുറച്ച് മെലിഞ്ഞ ഫോർക്കാണ്. ഡിസ്ക് സൈസ് കുറച്ച് വലുതാണ്. 280mm ഓൺ ദർ ഡ്യുവൽ ഡിസ്ക് ആൻഡ് ദിസ് വൺ ഹാസ് 260mm കുറച്ചുകൂടി ചെറിയ ഡിസ്ക്കാണ്. ടയർ പ്രൊഫൈൽ വ്യത്യാസമുണ്ട്. അത് 90 സെക്ഷൻ, ഇത് 80 സെക്ഷൻ. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ സെയിം എഞ്ചിനാണ്. 149cc, 14 bhp, 13 ടോർക്ക്, മേറ്റ് 5 സ്പീഡ് ഗിയർ ബോക്സ്, 15 ലിറ്റർ ടാങ്ക്, അതൊക്കെ സെയിം ആണ്. ബട്ട് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് സിംഗിൾ സീറ്റിന് കിക്കർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ലിവേഴ്സൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ്. അപ്പുറത്ത് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് അതിൽ കിക്കർ വരുന്നില്ല. പിന്നെ ലിവേഴ്സൊക്കെ കുറച്ച് സ്പോർട്ടിയറാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഡ്യുവൽ ഡിസ്ക് ആണ്, ബാക്കിൽ ഡിസ്ക് ഉണ്ടാവും. അത് കൂടാണ്ട് തന്നെ നമുക്ക് സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. ഇത് സിംഗിൾ സീറ്റാണ്, നമുക്ക് ബാക്കിൽ ഡിസ്ക് ഇല്ല, ABSൻ്റെ റിങ് മാത്രമേ ഉള്ളൂ. ഈവൻ ദോ അത് ഡ്യുവൽ ഡിസ്ക് ആണെങ്കിൽ കൂടെ നമുക്ക് അതിനകത്ത് ABS പിന്നിൽ വരുന്നില്ല. ബോത്ത് ആർ സിംഗിൾ ചാനൽ ABS. പിന്നെ പിന്നിലേക്ക് വരുവാണെങ്കിൽ ഗ്രാബറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ച് ട്രഡീഷണൽ ഗ്രാബറിലാണ് ഇതിന് വരുന്നത്. അത് നോക്കുവാണെങ്കിൽ നമ്മുടെ കുറച്ചും കൂടി സ്പോർട്ടിയർ ആയിട്ടുള്ള ഗ്രാബറിലാണ് നമ്മുടെ 220 പോലത്തെ. പിന്നത്തെ ഡിഫറൻസ് പിന്നത്തെ ടയറാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന് കുറച്ചും കൂടി മെലിഞ്ഞ ടയറാണ്. ഐ തിങ്ക് 100 സെക്ഷൻ ടയറാണ് വരുന്നത്. അതിനാകുമ്പോഴത്തേക്കും 120 സെക്ഷൻ ടയറാണ് നമ്മുടെ 220 പോലത്തെ. കുറച്ചും കൂടി വൈഡായിട്ടുള്ള ടയറാണ് വരുന്നത്. പിന്നെ എന്തൊരു ഡിഫറൻസ് പറയാം, യെസ്, ഈ ഒരു സാരി കാർഡ് ഡിഫറൻ്റ് ആണ്. കണ്ടോ, നമുക്ക് ലേഡീസിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനത്തെ സാധനമോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ക്ലീൻ ആയിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു സാരി കാർഡാണ് വരുന്നത്. പിന്നെ ഗിയറിൽ ഒരു വ്യത്യാസമുണ്ട്. നമുക്കിതിൽ ഫ്രണ്ട് ഷിഫ്റ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ. കണ്ടോ, അപ്പുറത്താകുമ്പോഴത്തേക്ക് നമുക്ക് ഹീലാൻഡോ ഷിഫ്റ്റിംഗ് കാറിലൊക്കെ വരുന്നുണ്ട് നമ്മുടെ സിംഗിൾ സീറ്റിന്. പിന്നത്തെ ഡിഫറൻസ് വണ്ടിയുടെ ടീ സ്റ്റമ്പാണ്. ഈ ഒരു കോക്പിറ്റ് വ്യൂ വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, കുറച്ചും കൂടി ഒരു 220 ലുക്കല്ലേ. ആ ഒരു ടീ പ്ലേറ്റൊക്കെ നോക്കിക്കേ, കുറച്ചും കൂടി അകന്നിരിക്കുന്ന 2 ക്ലിപ്പ് ഓൺസ്. ഇനി പെട്ടെന്ന് ഇപ്പുറത്തേക്കൊന്ന് നോക്കി, കണ്ടോ, ഡിഫറൻ്റ് ആണ്. കുറച്ചും കൂടി ചെറിയ ടീ പ്ലേറ്റ് ആണ്, കാരണം ഫോർക്ക് സ്ലിമ്മറാണ്. അതാണ് രണ്ട് വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം. സോ ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഇവർ തമ്മിൽ. ബട്ട് പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത്ര ഡിഫറൻസ് ഇല്ല. നമുക്ക് ഡ്യുവൽ ഡിസ്കിന് വരുന്നത് ഏകദേശം 1,47,000 രൂപയാണ് കൊച്ചിയിൽ ഓൺറോഡ് വരുന്നത്. ഇതാകുമ്പോഴത്തേക്കും 1,43,000, അതായത് 4,000 രൂപയുടെ വ്യത്യാസമേ ഇവ തമ്മിലുള്ളൂ. സോ ഇതിലേതെടുക്കും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ഇടാം.